നമസ്കാരം. മൈവ്യൂസ് കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും സന്തോഷവും രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദുഃഖവും നൽകുന്നൊരു വാർത്തയാണ്. അതായത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് അഫെയർ ബാൻ ചെയ്തു 2 സംഘടനകളെ. ജമ്മു കാശ്മീരിൽ രാജ്യദ്രോഹവും രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയും ജനങ്ങളെ രാജ്യത്തിനെതിരായി തിരിച്ചുവിടുകയും ചെയ്യുന്ന 2 സംഘടനകളെ ജമ്മു കാശ്മീരിൽ ബാൻ ചെയ്തു. ജമ്മു കാശ്മീർ അസംബ്ലിയിലാണ് ഇത് പറഞ്ഞത്. AAC ആൻഡ് JKM എന്നീ 2 സംഘടനകളെയാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് UAPA ചുമത്തി 5 വർഷത്തേക്ക് ബാൻ ചെയ്ത്. സന്തോഷമല്ലേ എല്ലാവർക്കും? നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കും. അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന AAC എന്ന് പറയുന്ന ഒരു സംഘടനയെയും മസൂർ അബ്ബാസ് അൻസാരിയുടെ കീഴിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ ഇത്തിഹാദിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമാണ് ബാൻ ചെയ്തത്. രാജ്യസ്നേഹികൾക്ക് ഇതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത്? രാജ്യത്തിനെതിരായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, രാജ്യത്തിൻ്റെ ഐക്യവും സമാധാനവും തകർക്കുന്നതിന് വേണ്ടി രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളുമായി കൂട്ടുകൂടുക, അതുപോലെ തന്നെ ജനങ്ങളെ വഴിതെറ്റിക്കുകയും രാജ്യത്തിനെതിരായി കൊണ്ടുവരികയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവൻ എവൻ തന്നെയായാലും മോദി സർക്കാരാണ് ഭരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കീഴിൽ ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർ വളരെ വലിയ ശിക്ഷ, വളരെ വലിയ പ്രഹരമേൽക്കേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞു. ഇത് നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ട്, ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം പറയാമായിരുന്നു നമുക്ക് അവരെ ജയിലിലിടുകയോ അവരുടെ ഇത് ബാൻ ചെയ്യുകയോ അല്ല വേണ്ടത്, അവരുടെ കഴുത്ത് വെട്ടണം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ജമ്മു ആൻഡ് കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഈ പാർട്ടി ഒരു ഷിയ മുസ്ലിം പാർട്ടിയാണ്. ഇന്ത്യയിൽ നിന്നും ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുക, അതുപോലെ ഷിയ സുന്നി ഒന്നിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണിത്. അതായത് സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. നമ്മുടെ കേരളത്തിലുമുണ്ട് ഇങ്ങനത്തെ കുറേ എണ്ണം. എല്ലാത്തിനെയും വലിച്ച് തേച്ച് ഭിത്തിയിലൊട്ടിക്കേണ്ട സമയമായിട്ടുണ്ട്. എല്ലാത്തിനെയും വലിച്ചു തേച്ച് ഭിത്തിയിലൊട്ടിക്കണം. ഇങ്ങനെ രാജ്യദ്രോഹത്തിൽ ഏർപ്പെടുന്ന, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന ഏതവനായാലും ഏത് പാർട്ടി ആയാലും അവർക്കെതിരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നതിനും ശക്തമായി തന്നെ അവരെ സംഹരിക്കുന്നതിനും മോദി സർക്കാരിന് കഴിയട്ടെ. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.